ഹേ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളെ ചാനലിൽ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് പുറത്തു വരെ പോകണമായിരുന്നു കേട്ടോ. അതോടൊപ്പം തന്നെ വാപ്പാക്ക് മന്ത്ലി ചെക്കപ്പ് ഉണ്ട് കേട്ടോ. അതിനോടാണ് നമ്മളിന്ന് പോകുന്നത്. ആദ്യം നമ്മൾ ഡോക്ടറെ അടുത്താണ് കേട്ടോ പോകുന്നത്. ഇതാണ് കേട്ടോ ഇപ്പോൾ അഷ്ടമുടി കായൽ കേട്ടോ. ഇതിപ്പം പുതിയതായിട്ട് ഒരു പാലം കൂടെ പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹൈവേയുടെ പണിയാണ്. ഇപ്പോൾ 2 പാലം കൂടി ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ച് ഒരു പാലേ ഓപ്പൺ ആവത്തുള്ളായിരുന്നു. അത് തന്നെ റോഡ് നല്ല തിരക്കാണ് കേട്ടോ. ഇതിലൊക്കെ വഴിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഡോക്ടറെ വീട്ടിൽ ചെല്ലാൻ പോകുന്നത് തന്നെ. നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. ഇപ്പോൾ 2-ാം കുറ്റിയായിട്ടുണ്ട് നമ്മൾ ഡോക്ടറെ വിടെത്താറായി. ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോഴും ഇത് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം. സാധാരണ നമ്മൾ ചെല്ലുമ്പം അവിടെ നല്ല അത്യാവശ്യം തിരക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങും. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് അവിടെ നേരെ നമ്മൾ കൊല്ലം വരെ പോവുകയാണ് കേട്ടോ. കൊല്ലം പോകാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ കുറേ നാളായി ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ട്. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടി കോളേജ് വഴിയാണ് കേട്ടോ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ട്രെയിനൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നറിയത്തില്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്തിയിരുന്ന് കാണാം. അങ്ങനെ നമ്മൾ ബീച്ച് റോഡ് കയറിയതാണ് കേട്ടോ കോവിലോൺ ഹോട്ടൽ. അങ്ങനെ നമ്മൾ കൊല്ലം ബീച്ച് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ നല്ല സൺസെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റി. അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല ഉപ്പിട്ട മാങ്ങയും പൈനാപ്പിളൊക്കെ ഉണ്ടായിട്ട്. അങ്ങനെ നമ്മൾ മാങ്ങയും മേടിച്ചില്ല, പൈനാപ്പിൾ മേടിച്ചു കേട്ടോ. പൈനാപ്പിൾ മേടിച്ച് അപ്പോഴത്തേക്കും അവിടെ പഴയകാല മിഠായി ഇരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊരു പഞ്ചുമിഠായിയും പിന്നെ ഒരു പൊടിമുട്ടായൊക്കെ മേടിച്ച് നമ്മൾ സൺസെറ്റൊക്കെ കാണാമായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അവിടെ നല്ല കടികളുണ്ടായിരുന്നു കേട്ടോ. കോളിഫ്ലവർ പൊരിച്ചതും ബജിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു കോളിഫ്ലവർ പൊരിച്ചതും ഒരു ബജിയും മേടിച്ചു കേട്ടോ. പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. അവിടെ ചേച്ചിമാർ പരതിൻ്റെ ശല്യം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് കോളിഫ്ലവറൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് എന്തോ പോലെ. അങ്ങനെ ഞാൻ അവിടെ പോയിരുന്ന് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി അങ്ങോട്ട് വായി വെച്ചത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോഴത്തേക്കും പരുന്ന് വന്നത് റാഞ്ചി കൊണ്ട് കേട്ടോ. അതിൻ്റെ വിഷമത്തിലായിരുന്നു ഞാനിങ്ങനെ. പിന്നെ ഞാൻ അവിടെ നടന്നിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പട്ടങ്ങളൊക്കെ നന്നായിട്ട് പാർക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒരു കുതിര ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയും പൈസ കൊടുക്കണം. പൈസ കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിൽ എഴുത്തിക്കൊണ്ടൊന്ന് കറങ്ങും കേട്ടോ കുറച്ചൊക്കെ. പിന്നെ നല്ല കമ്മലൊക്കെ നല്ല ബംഗാളി ചേട്ടന്മാരൊക്കെ ഉണ്ട്. അതിൽ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. പിന്നെ നമ്മളിതായി ഈ വാടി ഭാഗത്തോട്ട് നമ്മൾ പോയിട്ട് കുറച്ച് മീനൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ വഴി വരുമ്പോൾ ഇതാണ് കൊല്ലം പോർട്ട് കേട്ടോ. ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഒരു കപ്പലാണ്. പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ ആ കപ്പലുകളൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ലക്ഷ്മി നടയിലുള്ള അഗ്രോ-കെയറിലാണ് കേട്ടോ വന്നത്. അവിടെ നിന്ന് കുറച്ച് സെറാമിക് പാത്രങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് 1-2 ഐറ്റം എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.